ഭഗവാൻ ജഗന്നാഥൻ തന്റെ ദരിദ്രനായ സുഹൃത്തിന് ഭക്ഷണം നൽകാനായി ഓടിയെത്തിയ കഥയാണിത്. തന്റെ സുഹൃത്തും കുടുംബവും വിശന്നിരിക്കരുത് എന്ന നിർബന്ധം ഭഗവാൻ ഉണ്ടായിരുന്നു. എന്നാൽ അതേ സുഹൃത്തിനെ കള്ളനെന്നാരോപിച്ച് രാജഭടന്മാർ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഭഗവാന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. ഒഡീസയിലെ ജാജ്പൂർ ഗ്രാമത്തിൽ ബന്ധു മോഹന്തി എന്നൊരാൾ ജീവിച്ചിരുന്നു. ദാരിദ്ര്യം അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പായിരുന്നുവെങ്കിലും മനസ്സ് നിറയെ ജഗന്നാഥനോടുള്ള സ്നേഹമായിരുന്നു. ലോകം മുഴുവൻ ജഗന്നാഥനെ ദൈവമായി കണ്ടപ്പോൾ ബന്ധു മോഹന്തി അദ്ദേഹത്തെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായാണ് കണ്ടത്. ഒരിക്കൽ ആ നാട്ടിൽ കടുത്ത ക്ഷാമമുണ്ടായി. ദിവസങ്ങളോളം ബന്ധു മോഹന്തിയുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിരുന്നില്ല. വിശപ്പ് കൊണ്ട് കരയുന്ന മക്കളെ നോക്കി ബന്ധു മോഹന്തിയുടെ ഭാര്യ ചോദിച്ചു, നമ്മുടെ കഷ്ടപ്പാട് മാറ്റാൻ ആരുമില്ലല്ലോ? അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കേണ്ട, പുരിയിൽ എനിക്കൊരു വലിയ സുഹൃത്തുണ്ട്. അദ്ദേഹം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. നമുക്ക് അങ്ങോട്ട് പോകാം. തന്റെ ഭർത്താവ് പറയുന്നത് പുരിയിലെ രാജാവിനെ കുറിച്ചോ മറ്റോ ആണെന്ന് കരുതി ബന്ധു മോഹന്തിയും കുടുംബവും അന്ന് സന്തോഷത്തോടെ കൂടെ ഇറങ്ങി. ദിവസങ്ങളോളം നടന്ന് അവർ പുരിയിലെത്തി. പക്ഷേ ക്ഷേത്രത്തിലെ വലിയ ആൾക്കൂട്ടവും തിരക്കും കണ്ട് ബന്ധു മോഹന്തി അകത്തേക്ക് പോകാതെ ദൂരെ ഒരു മരച്ചുവട്ടിൽ കുടുംബത്തോടൊപ്പം ഇരുന്നു. തന്റെ കീറിപ്പറഞ്ഞ വസ്ത്രവും ദയനീയാവസ്ഥയും കണ്ട് തന്റെ സുഹൃത്തായ ജഗന്നാഥൻ വിഷമിക്കരുതെന്ന് അദ്ദേഹം കരുതി. തന്റെ സുഹൃത്ത് ക്ഷേത്രത്തിനുള്ളിൽ തിരക്കിലായിരിക്കും, നമുക്കിവിടെ കാത്തിരിക്കാം എന്ന് അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞു. വിശന്നു തളർന്ന ആ കുടുംബം ആ രാത്രി അവിടെ ഉറക്കമായി. തന്റെ സുഹൃത്ത് മുറ്റത്ത് പട്ടിണി കിടക്കുന്നത് ജഗന്നാഥന് എങ്ങനെ സഹിക്കാനാകും? അർദ്ധരാത്രിയിൽ ഒരു പൂജാരിയുടെ വേഷത്തിൽ ഭഗവാൻ അവിടെ എത്തി. അദ്ദേഹത്തിന്റെ കയ്യിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പിയ ഒരു സ്വർണ്ണ താലമുണ്ടായിരുന്നു. ബന്ധു മോഹന്തി, എഴുന്നേൽക്കൂ, നിന്റെ സുഹൃത്ത് നിനക്കും നിന്റെ കുടുംബത്തിനുമായി അയച്ചതാണ് ഈ ഭക്ഷണം, ഭഗവാൻ പറഞ്ഞു. അവർ സന്തോഷത്തോടെ ആ താലത്തിലെ ഭക്ഷണം മുഴുവൻ കഴിച്ചു. പിന്നീട് ആ പാത്രം കഴുകി അവിടെ തന്നെ വെച്ച് അവർ വീണ്ടും ഉറക്കമായി. പിറ്റേന്ന് രാവിലെ ക്ഷേത്രം തുറന്നപ്പോൾ നിവേദ്യം നൽകുന്ന സ്വർണ്ണ താലം കാണാനില്ല. ഒടുവിൽ രാജഭടന്മാർ അത് കണ്ടെത്തിയത് ബന്ധു മോഹന്തിയുടെ അടുത്തു നിന്നാണ്. സത്യം എന്തെന്നറിയാതെ അവർ ആ പാവം മനുഷ്യനെ കള്ളനെന്ന് വിളിച്ച് തല്ലി ചതച്ചു. ക്രൂരമായ മർദ്ദനമേൽക്കുമ്പോഴും അദ്ദേഹം വേദനയോടെ വിളിച്ചത് ഒരേ ഒരു നാമം മാത്രമാണ്, ജഗന്നാഥ രക്ഷിക്കണേ. എന്താണ് സംഭവിച്ചതെന്ന് അങ്ങയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നിലവിളി കേട്ട് ജഗന്നാഥ വിഗ്രഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് യഥാർത്ഥത്തിൽ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അന്നേ ദിവസം രാത്രി പുരി രാജാവിന്റെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ കോപത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു, അല്ലയോ രാജ, നിങ്ങൾ മർദ്ദിച്ചത് ഒരു കള്ളനെയല്ല, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ്. അദ്ദേഹത്തിന്റെ വിശപ്പ് മാറ്റാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമായി ആ താലത്തിൽ നാം തന്നെയാണ് അവർക്ക് ഭക്ഷണം നൽകിയത്. ബന്ധു മോഹന്തി എന്റെ സുഹൃത്താണ്, അദ്ദേഹത്തെ ഉടൻ ആദരിക്കണം. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന രാജാവ് ബന്ധു മോഹന്തിയുടെ വീടിനടുത്തേക്ക് ഓടിയെത്തി. കാര്യം മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയും ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. ക്ഷേത്രങ്ങളിലെ ഭരണത്തിലും സേവനത്തിലും ബന്ധു മോഹന്തിക്കും കുടുംബത്തിനും വലിയ പദവി നൽകാൻ രാജാവ് ഉത്തരവിട്ടു. ഇന്നും പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ബന്ധു മോഹന്തിയുടെ പിൻഗാമികൾ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഉദാത്തമായ സൗഹൃദത്തിന്റെ അടയാളമാണ് ബന്ധു മോഹന്തിയുടെ ഈ കഥ. ബന്ധു മോഹന്തിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ജഗന്നാഥ്. രാധേ രാധേ.